ഒരു ഇസ്ലാം മത പുരോഹിതന്റെ ആവശ്യം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഘാനയുടെ പ്രസിഡന്റ്. അതായത് ഘാനയിലെ പ്രസിഡന്റിനോട് ഇസ്ലാം മതം സ്വീകരിക്കാനാണ് ഇയാൾ ആവശ്യപ്പെടുന്നത്. ഷെയ്ഖ് അബ്ദുൾ മാലിക് മൈക്ക എന്ന ഇസ്ലാമിക പുരോഹിതനാണ് ക്രിസ്ത്യൻ വിശ്വാസി കൂടിയായ മഹാമയോട് ഇസ്ലാം മതം സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നത്. ഇതോടുകൂടി വലിയ വിവാദങ്ങൾ ഉടലെടുക്കുകയാണ്. ഒരു മുസ്ലിം പുരോഹിതനാണോ ഇക്കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നാണ് ചോദ്യങ്ങൾ ഉയരുന്നതും. ഏത് മതം സ്വീകരിക്കണം അല്ലെങ്കിൽ ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നതൊക്കെ ഓരോരുത്തരുടെയും അവരുടെ കാര്യമാണ്, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ കൈകടത്തി സംസാരിക്കാൻ ആർക്കും അവകാശമില്ല എന്നതാണ് വസ്തുത. അതുപോലെ തന്നെ കസോവയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ഷെയ്ഖ് അബ്ദുൾ മാലിക് മൈക്ക ഇസ്ലാമിക പ്രഭാഷണം നടത്തിയിരുന്നു. ഇതിനിടയിൽ അവിടെ സന്നഹിതരായ മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാലിക് മൈക്ക പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രസിഡന്റ് മാഹിയെ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ മുൻ പ്രസിഡന്റ് ആറ്റ മിൽസിവിന്റെ മരണശേഷം 2012 അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ കഴിഞ്ഞതെന്നും അതുകൊണ്ടാണ് അക്കാര്യങ്ങൾ കഴിഞ്ഞതെന്നും മാലിക് വ്യക്തമാക്കുന്നു. അള്ളാഹു പ്രസിഡന്റ് മഹായോട് കരുണ കാണിച്ചിട്ടുണ്ട് എന്നും അത് സത്യമാണ് എന്നും അദ്ദേഹത്തിന്റെ നേതൃത്വം ഘാനയ്ക്ക് ഒരു അനുഗ്രഹമാണ് എന്നും പറയുന്നു. അള്ളാഹുവിന്റെ കാരുണ്യത്താൽ തന്നെ തുടരണമെങ്കിൽ മഹാ ഇസ്ലാം സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. 2016 അധികാരം നഷ്ടപ്പെട്ട ശേഷം 2024 മഹാപ്രസിഡന്റ് ആ സ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയ രീതി അള്ളാഹുവിന്റെ പദ്ധതിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് എന്നാണ് ഈ പുരോഹിതൻ അവകാശപ്പെടുന്നതും. അതേസമയം ഇതുവരെയും ഘാന പ്രസിഡന്റിന്റെയോ അല്ലെങ്കിൽ നാഷണൽ ഡെമോക്രാറ്റിക് കോൺഗ്രസോ പുരോഹിതന്റെ ഈ ഒരു പ്രസ്താവനയോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഘാന സന്ദർശനം നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു പ്രസ്താവനയുമായി ഈ മതപുരോഹിതൻ രംഗത്ത് വരുന്നതും. ഇന്ത്യയിൽ 2500-ലധികം രാഷ്ട്രീയ പാർട്ടികളുണ്ട് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. ഘാനയിൽ 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി പാർലമെന്റിനെ അഭിസംബോധന ചെയ്തപ്പോഴാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ ഒരു പരാമർശം കേട്ട് ഘാന പാർലമെന്റ് ആകെ, ആ ചേംബർ ആകെ അമ്പരന്ന് ഇരുന്നു പോയി. ഇതോടൊപ്പം ചെറുപുഞ്ചിരിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. ഇന്ത്യ ജനാധിപത്യത്തിന്റെ മതമാണ് എന്നും യഥാർത്ഥ ജനാധിപത്യം ചർച്ച അല്ലെങ്കിൽ സംവാദവും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ജനങ്ങളെ ഏകോപിപ്പിക്കുന്നു, അത് അന്തസ്സിനെ പിന്തുണയ്ക്കുന്നു, മനുഷ്യാവകാശങ്ങളെ അനുകൂലിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ പ്രതികരണം വന്നതിന് ശേഷമാണ് ഈ മതപണ്ഡിതൻ ഇപ്പോൾ ഘാന പ്രസിഡന്റിനോട് മുസ്ലിം മതം സ്വീകരിക്കണമെന്ന് പറയുന്നതും. ഞങ്ങൾക്ക് ജനാധിപത്യം എന്നത് വെറും ഒരു സംവിധാനം മാത്രമല്ല, ഞങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങളുടെ ഭാഗമാണ്. ആദ്യം ഹിന്ദിയിലും പിന്നീട് ഇംഗ്ലീഷിലും അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്ത് എന്നത് വിപുലമായ ഒരു നാനാത്വമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ 22 ഔദ്യോഗിക ഭാഷകളും ആയിരക്കണക്കിന് ഭാഷകളും ഉണ്ട് എന്നും അതിനാലാണ് ഏതു ഭാഗത്തു നിന്നുണ്ടായാലും അത് തുറന്ന മനസ്സോടെ തന്നെ ഇന്ത്യ സ്വീകരിക്കപ്പെടുന്നതെന്നും മോദി വ്യക്തമാക്കി. അക്കാരണത്താലാണ് ലോകത്തിലെ ഏത് കോണിൽ എത്തപ്പെട്ടാൽ പോലും ഇന്ത്യക്കാർക്ക് എളുപ്പത്തിൽ ഇടപഴകാൻ സാധിക്കുന്നതും. അതുപോലെ തന്നെ മോദിക്ക് ശേഷം ഘാന പാർലമെന്റ് സ്പീക്കർ ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അദ്ദേഹവും 2500 രാഷ്ട്രീയ പാർട്ടികൾ എന്ന പരാമർശം എടുത്തു പറഞ്ഞതോടുകൂടി തന്നെ വീണ്ടും ചിരികൾ ഉയരുകയും ചെയ്തിരുന്നു. ശേഷം പ്രധാനമന്ത്രി എംപിക്ക് ഹസ്തദാനം ചെയ്തുകൊണ്ട് ആശംസ അറിയിച്ച് മടങ്ങുകയാണ് പിന്നീടുണ്ടായത്. ഇതിനെല്ലാം പിന്നാലെയാണ് മതപണ്ഡിതന്റെ ഇത്തരമൊരു പ്രസ്താവന പുറത്തു വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.